കല്യാണക്കുറി നോക്കിയിരുന്ന് സ്വപ്നം കാണാണോ? ഓ, പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ മാത്രം സ്വപ്നം കാണുന്നേന്ന്. എന്റെ അനക്കേച്ചി, ഞാനും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേ. മുറ്റത്തെ മാവിന്റെ ചോട്ടിലിരുന്ന് ഫോൺ നോക്കി ചിരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഞാനും കണ്ടു. ഒന്ന് പോടി, കള്ളം പറയാതെ. ഞാനൊരു പാട്ടും പാടിയിട്ടൊന്നുമില്ല. ഓ ആ ദേ, ഈ കല്യാണക്കുറി അംബിക മാമി എങ്ങാനും കണ്ടാലേ ഉറപ്പായിട്ട് പ്രശ്നം ഉണ്ടാവും. അമ്മായിയുടെ അമ്മാവന്റെ പേര് വെച്ചില്ലാന്നും പറഞ്ഞ്. അയ്യോ, ഞാൻ അനഘിച്ചയെ വിഷമിപ്പിക്കാനായി പറഞ്ഞതല്ല. ആകാശേട്ടന്റെ പേരിന്റെ കൂടെ മാത്രം അച്ഛന്റെ അമ്മയുടെയും പേര് വെച്ചാ വിവേകേട്ടന് പ്രയാസമാവും. അതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഒഴിവാക്കണമെന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. വിവേകിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ എന്നോട് ചോദിച്ച എന്താണെന്നറിയോ? ഇത്രയും കാലം ഉണ്ടാവാത്ത പ്രയാസമാണോ ഇനി ഈ കല്യാണക്കുറിയുടെ പേരിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന്. വിവേകേട്ടൻ അങ്ങനൊക്കെ പറഞ്ഞാലും ഉള്ളിൽ പ്രയാസം ഉണ്ടാവും. 2 കല്യാണങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോ അതിലൊരു വരന്റെ പേരിന്റെ കൂടെ മാത്രം അച്ഛന്റെ അമ്മയുടെയും പേര് വെച്ചിട്ട് മറ്റേയാളുടെ പേരിന്റെ കൂടെ അതില്ലാതെ വരുമ്പോ വിഷമം തോന്നാതിരിക്കോ? അല്ലെങ്കിലും കല്യാണക്കുറി കാണുന്നവര് ചോദിക്കില്ലേ ഇതെന്താ ഇങ്ങനെയെന്ന്. ഇങ്ങനെ മതി ചേച്ചി, ഇതാണ് ശരി. നീ പറഞ്ഞ പോലെ അംബികമാമി അറിഞ്ഞാലാ പ്രശ്നം. ഉറപ്പായിട്ട് അവര് പ്രശ്നം ഉണ്ടാക്കാൻ വരും. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ പിന്നെ അംബികമാമി എങ്ങനെ കാണാനാ? അശ്വതിയാണല്ലോ അഭിയേട്ടന്റെ വീട്ടിൽ നിന്ന്. എടുക്ക്. ഹലോ അശ്വതി, പറയ, എന്താ വിശേഷം? എന്താ അത്യാവശ്യം? ശരി, ഞാൻ കൊടുക്കാം. കൃഷ്ണേട്ടനോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന്. ഞാൻ ഫോൺ കൊടുത്തിട്ട് വരാം. അച്ഛനും മോളും കൂടി ആരും അറിയാത്തൊരു കണക്ഷൻ സെറ്റാക്കിയ ലക്ഷണമാ. ഞാൻ കൊടുത്തിട്ട് വരാം. കൃഷ്ണേട്ടാ, ഒരു കോളുണ്ട്. എനിക്കോ? ആര്? ആരാണെന്ന് പറഞ്ഞില്ല. എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. ആണോ? അല്ല, ഇതിപ്പോ ആരാ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ? അത് മോളുടെ ഫോണിൽ. ചോദിച്ചു നോക്ക്. ഹലോ, മോളാണോ? എന്താ മോളെ, എന്താ അത്യാവശ്യം? മോള് കാര്യം പറയും. ആ ശരി, ഞാൻ വരാം. അശ്വതിയാ? മനസ്സിലായി. എന്താ അച്ഛനും മോളും തമ്മിൽ ഒരു ഗൂഢാലോചന? കാര്യം അറിയില്ല, അവൾക്കെന്തോ അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന്. നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും മഞ്ഞുരുകി തുടങ്ങി. ഇപ്പൊ മോള്, പിന്നെ മോൻ, അത് കഴിഞ്ഞ് ഭാര്യ. എല്ലാരും കൂടി ആയി കഴിയുമ്പോ ഞങ്ങളെ കളഞ്ഞിട്ട് പോവോ? കളഞ്ഞിട്ട് പോവാനോ? ഇപ്പൊ ഇത് എന്റെയും കൂടെ വീടല്ലേ മോളെ. നിങ്ങൾ 5 പേരും എന്റെയും കൂടെ മക്കളും. നിങ്ങളൊക്കെ കൂടെ ഇല്ലെങ്കിൽ എനിക്കെന്ത് ജീവിതമാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.